കഴിഞ്ഞ ദിവസം മറ്റേ പ്രസ് മീറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ വിഷമമായി പോയി. മമിതയുടെ അടുത്ത് ചോദിക്കണ്ട, പടം ഇറങ്ങണതിന് മുമ്പ് നിങ്ങൾ ഇതൊന്നും അല്ലാതെ ഇനി നല്ല പരിപാടികൾ ചെയ്യുമല്ലോ എന്ന്. അപ്പൊ ഞാനിവിടെ അപ്പൊ ഈ പടം എന്തായിട്ടാണ് കാണുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ജെയ്സണിലും ഉണ്ട്, ശരണ്യയിലും ഉണ്ട്, സച്ചിനിലും ഉണ്ട്. അത് ഉണ്ടാവുമല്ലോ കുറഞ്ഞൊക്കെ നമ്മുടെ ട്രൈറ്റുകൾ ഒക്കെ വരും. അത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ അവർ അഭിനയിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മാനേഴ്സൊക്കെ ഇടുമായിരിക്കും. ഞാൻ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ട്രോൾ കണ്ടാൽ ഞാൻ ചിരിക്കാതിരിക്കൊന്നുമില്ല. സ്റ്റേറ്റുകാരെ ട്രോൾ ചെയ്യണ കണ്ടാൽ നമുക്ക് ചിരി വരും, കാരണം കോമഡിയാണ് അത്. അപ്പോൾ ആ ഒരു സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണതൊക്കെ അത്ര നല്ല കാര്യം, അത്ര ഭയങ്കര മോറൽ ഇത് ഹൈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളൊന്നല്ലല്ലോ, ഒരു ആവറേജ് കൈയാണല്ലോ. അവൻ പല വില്ലത്തരങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവൻ ലൈക്കബിൾ ആവുന്നത് അവൻ്റെ ആ മാനറിസങ്ങളും അവനൊരു ആ ഇന്നസെൻസും ഒക്കെ അവൻ്റെ ഇതിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനൊരു തിരിവാണ്. ഇതിലെന്ത് നീ മരിച്ച് പെർഫോം ചെയ്താലും അതിനെ കാണില്ല. പക്ഷെ നീ മറ്റേ വെട്ടോത്തി എടുത്ത് ആടിനെ മേക്ക് ഓവർ ചെയ്യുക, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് സീനുകൾ എന്ന് വെച്ചാൽ മറ്റേ അങ്ങനെ ഉള്ള ഇതുകൾ അഭിനയിക്കുക, അതൊക്കെയാണ് പെർഫോമൻസ്. ഗിരീഷ് ഷെഡിയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഗിരീഷ് ആദ്യം കൺഗ്രാറ്റ്സ്, ഹാട്രിക് ഹിറ്റാണ്. ഗിരീഷിൻ്റെ തന്നെ ഒരു യൂണിവേഴ്സ് പോലെ, അല്ലെങ്കിൽ ഗിരീഷിൻ്റെ തന്നെ ഒരു ഓണറിലാണ് ബാക്ക് ടു ബാക്ക് സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രേമലുവിൻ്റെ ഒരു ബേസിക് ആലോചന എങ്ങനെ വന്നതാണ്? ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാ, ഇത് നമ്മൾ സൂപ്പർ ശരണ്യ ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസായി കഴിയണ സമയത്താണ് നമ്മൾ ആ സമയത്ത് 1-2 കോളുകൾ നമുക്ക് ഹൈദരാബാദിൽ നിന്നൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അത് ഈ ഏജൻറ്റുമാരാണ് ഈ റീമേക്ക് റൈറ്റ്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, ഷെബിനിക്കാൻ വിളിക്കാറുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ അപ്പം ഇങ്ങനെ പറയാണ്, നിങ്ങൾ റീമേക്ക് റൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എൻക്വയറീസൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല, അങ്ങനെ അത് എടുത്ത പടം വീണ്ടും അവിടെ പോയി ഡയറക്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. ആ സമയത്ത് സൂപ്പർ ശരണ്യ എങ്ങനെയായിരിക്കും, തെലുങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഹൈദരാബാദിൽ ഇതിലിപ്പോൾ തൃശ്ശൂർ കോളേജിലെന്ന് പോകുന്ന പോലെ ഹൈദരാബാദിൽ വന്ന് പഠിക്കുന്നൊരു പെൺകുട്ടി, അത് എന്തെങ്കിലും ആന്ധ്ര റൂറൽ ഏരിയയിൽ നിന്ന് വന്ന ഒരു പെണ്ണായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റാണ്, അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. തെലുങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവാനും സാധ്യത കുറവാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഈ നമ്മുടെ കിരൺ അനുരാഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഇവിടെ പയ്യന്നൂർ അവിടെ പോയി താമസിക്കുകയായിരുന്നു കുറച്ച് നാൾ. അപ്പം ഞാൻ ഇവിടെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ പയ്യന്നൂർക്ക് പോയി. ഈ ഷൂട്ടിന് മുമ്പ് അവർ എന്തോ പ്രീ വർക്കൊക്കെ നടത്തുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചുമ്മാ പോയതാണ്, മറ്റേ നമ്മുടെ വിനീത് ചാക്യാരുടെ കൂടെ പോയതാണ്. അപ്പോൾ അവിടെ ആദർശ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്യാമറമാൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വെറുതെ തമാശയ്ക്ക് സംസാരിച്ച് വരുമ്പോഴാണ് എൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഹൈദരാബാദ് ഒരു സിനിമ എന്നുള്ളൊരു സംഭവം, ഹൈദരാബാദ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആദ്യം ഉണ്ടായത്. അവിടെ എന്തെങ്കിലും ഒരു സിനിമ പ്ലാൻ ചെയ്താലോ, ഒരു ഇതുപോലെ ഒരു റോംകോം. അപ്പോൾ ആദ്യത്തെ ഐഡിയ എങ്ങനെയായിരുന്നു, മറ്റേ സൂപ്പർ ശരണ്യയിലെ സോന എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ്. ഏറ്റവും ആദ്യം വന്നത് ഈ സൂപ്പർ ശരണ്യയിലെ 4 പെൺപിള്ളേർ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഹൈദരാബാദ് പോകണമെന്നുള്ള ഒരു ഇത്. പിന്നെ അത് വിട്ടിട്ട് സോന ഹൈദരാബാദിലെത്തുന്നു. അപ്പോൾ സോന ഇതിൽ സൂപ്പർ ശരണ്യയിൽ വേറൊരു തരം ഒരു സ്റ്റംബോൺ അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണല്ലോ, ഇവളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന. അപ്പോൾ ഇവക്ക് എങ്ങനെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് തുടങ്ങിയത്. പിന്നെ അതും മാറി, സോനയും മാറി, അത് പുതിയൊരു ആള് ഹൈദരാബാദിലൊരു പെൺകുട്ടി വരുന്നു, അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാക്കാം എന്ന് അങ്ങനെ പതുക്കെ മാറി എൻ്റയർലി. പിന്നെ ആ സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞ സംഭവമേ മാറി പുതിയൊരു
കഥയായിട്ട് ഒരു ഫ്രഷ് പ്ലോട്ട് എന്നുള്ള അപ്പൊ അപ്പോഴാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ കിരൺ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 പയ്യന്മാര് ഇതുപോലെ സെയിം ടൈമിൽ അങ്ങനെ പോകാന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ കിരണിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് എഴുതാം, നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡിന് മുമ്പും ശേഷമാണ് ഗിരീഷിൻ്റെ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പം കോവിഡേ ഇല്ലാത്ത സമയത്താണ് തണ്ണീർമത്തൻ വരുന്നത്. അത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത്. അതിനുശേഷം സൂപ്പർ സെന്നെ വരുന്നത് കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള തിയേറ്ററിലേക്കാണ്. അതും ഭയങ്കര സക്സസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് കോവിഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാത്ത, പക്ഷേ എന്നാൽ ഇപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് എന്താണെന്ന് കൺഫ്യൂസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രേമലു ഇത്രയും വലിയ ഹിറ്റ് ആവുന്നത്. ഇപ്പോൾ തമാശ ഉണ്ടാക്കി ചിരിപ്പിക്കൽ വലിയ പാടാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ കരിക്ക് പോലുള്ള വെബ് സീരീസ് ഭയങ്കര ക്ലിക്കായതിനു ശേഷം ഇനിയിപ്പോൾ തിയേറ്ററിൽ ഓഡിയൻസ് വരില്ല, അല്ല തിയേറ്ററിൽ ഇനി ഹ്യൂമർ പടം വരില്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗിരീഷ് ഒരുപക്ഷെ ഗിരീഷിൻ്റെ ഒരു ഫോം അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങോ ഗിരീഷിൻ്റെ തന്നെ ജോണറോ ബ്രേക്ക് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഒരു ബാക്ക് ടു ബാക്ക് സക്സസ് ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ എത്രയോ പടങ്ങൾ തണ്ണീർമത്തൻ ഫോർമാറ്റിൽ വന്നിട്ടുണ്ട് അതിനുശേഷം, അല്ലെങ്കിൽ സൂപ്പർ ശരണ്യ ഫോർമാറ്റിൽ ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇത് ഗിരീഷ് തന്നെയാണോ ഡയറക്റ്റ് ചെയ്യുന്നത് വേറെ ആൾ ചോദിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ടെംപ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് പോലും ഈ രീതിയിലുള്ള സക്സസ്സോ ആക്സെപ്റ്റൻസോ ഇത്ര തന്നെ വലിയ രീതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗിരീഷിന് ഒരു പക്ഷേ അപ്രീസിയേഷനെക്കാളും ക്രിറ്റിസിസം കൂടി അതിൽ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ഇതൊരു സേഫ് സോൺ പരിപാടിയാണ്, അല്ലെങ്കിൽ ഇത് ഒരേ ജോണറിൽ കെട്ടി നിൽക്കുകയാണ് എന്നുള്ളത് ഭയങ്കരമായ ഒരു കമൻ്റായിട്ടോ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ പോലും ഇങ്ങനൊരു സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സാഹസികമായ പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗിരീഷിന് പോലും ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാവുക ഗിരീഷ് തൊട്ട് മുമ്പ് ചെയ്ത സിനിമകളാണല്ലോ. ഇതിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത്, സ്ഥിരതയും വേണം, സ്ഥിരോത്സാഹവും വേണം. അതൊരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നത്? അത് പ്ലാൻ അച്ചീവ് ചെയ്തതല്ല കേട്ടോ ഇതുവരെ. ഇനിയിപ്പോ ആണ് ഇപ്പൊ പ്രേമലുവും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്യണത്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ പ്രേമലു അനൗൺസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ആളുകൾ എന്നെ അറിയാവുന്നവരും അറിയാത്തവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ തണ്ണീർമത്തൻ വരുന്നു, അപ്പൊ ആർക്കും അറിയില്ല, ഒരു പടം വരുന്നു, അത് സക്സസ് ആവുന്നു. സൂപ്പർ തണ്ണീർമത്തൻ്റെ ആൾക്കാർ എടുക്കുന്നു എന്നുള്ള ഒരു ഇത് അപ്പോഴും വേറെ അങ്ങനെ ഭയങ്കര ക്രിറ്റിസിസം പോലെ ഒന്നും എനിക്ക് എൻ്റെ ചെവിയിൽ വന്നിട്ടില്ല. പിന്നെ അത് വരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും വരുമ്പോൾ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ മുറുമുറുത്ത്. അപ്പം ഞാൻ ഓർത്തത് ഭാവന സ്റ്റുഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒരു ഓക്കെ എക്സൈറ്റഡ് ആയിരിക്കും. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു സാധനമായിരിക്കും. അതും കിട്ടണില്ല, എനിക്ക് കിട്ടണില്ല. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ല, എന്നാലും അറിയാവുന്ന ഒരു ആൾ ഇങ്ങനെ ഈ പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, അതായത് എടാ ഇത് ഭാവന സ്റ്റുഡിയോസ് അവർ ചെയ്യണ പടങ്ങൾക്കൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്, അപ്പൊ ഇത് ഇവരറിഞ്ഞിട്ട് തന്നെയല്ലേ ഇത് അനൗൺസ് ചെയ്തത്. അപ്പൊ ഞാൻ ചിന്തിക്കാണ് ഇവരറിയാണ്ടല്ലോ. അപ്പൊ പുള്ളി പറയണം മിനിമം ക്വാളിറ്റി ഉണ്ട്, നിങ്ങളുടെ ടൈപ്പ് പരിപാടിയൊക്കെ അതൊക്കെ അതും പ്രേക്ഷകർ അവരിന്ന് അതൊന്നല്ല പ്രതീക്ഷിക്കണത്, നിങ്ങളുടെ ടൈപ്പ് പരിപാടിയൊക്കെ ഇതൊക്കെ സക്സസ് ആവുമെന്നൊക്കെ. അപ്പൊ ഞാൻ ആകെ ഇതായി പോയി, ഇതെന്ത് ഇങ്ങനെ പറയണത്. ഞാൻ വിചാരിച്ച് കൊള്ളാടാ എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വിചാരിച്ചു. ഞാൻ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇതായിപ്പോയി, ഞാൻ ആകെ ഡെസ്പായി പോയി. ഇനിയിപ്പോൾ അങ്ങനെയാണോ? ഇനിയിപ്പോൾ ഒരു ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഇങ്ങനെ ഒരു പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി തിയേറ്ററിൽ പോയി കാണില്ലേ എന്നൊക്കെ ഞാൻ പെട്ടെന്നൊരു സമയത്തേക്കൊക്കെ ചിന്തിച്ചു പോയി. അങ്ങനെയുള്ള കുറച്ച് ഇതുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥിരം പരിപാടിയാണല്ലോ, നസലനെ മാറ്റി പിടിച്ചൂടെ എന്നൊക്കെയുള്ള ഇങ്ങനെ ഇതന്നെ കേൾക്കാൻ തുടങ്ങുന്നത്. അത് ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്നത് എനിക്ക് അതെന്തിനാണ് ഇത്ര ജഡ്ജ്മെന്റ് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗിരീഷ് 4ാമത്തെ സിനിമയിൽ എത്തിയിട്ടുള്ളൂ, അതായത് 100 പടം ഇത് തന്നെ ചെയ്തിട്ടുള്ള ആളല്ല. അതെ, അതുമല്ല ഇപ്പൊ ചെയ്ത പടങ്ങള് മറ്റേ ഭയങ്കര മോശമായിട്ടുള്ള പടങ്ങളും ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഭയങ്കര ആ സമയത്ത് ഭയങ്കര സക്സസ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ 3ാമത്തെ പടം ചെയ്യുമ്പോൾ എനിക്ക് എന്തിനാണ് ഇത്ര ജഡ്ജ് ചെയ്യണത്? അത് നമ്മൾ ചെയ്യണത്
എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്തുകൂടെ? ഇതൊരു എളുപ്പപ്പണിയാണ് അല്ലെങ്കിൽ ഇതൊരു സേഫ് സോണാണ് എന്നുള്ളൊരു മുൻവിധി ഭീകരമായിട്ട് അതൊരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ആളുകൾക്കിടയിലാണെങ്കിലും അതുണ്ടായതായിട്ടും കൂടി തോന്നുന്നില്ലേ? ഇതൊരു വളരെ എളുപ്പത്തിലാണ്. എന്ന് വെച്ചാൽ ആളുകൾ നോക്കുമ്പം ഈ പറയുന്ന ഗിരീഷിൻ്റെ സെറ്റ് ഓഫ് ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഒരു അങ്കമാലി ആലുവയൊക്കെ വരുന്നൊരു സെറ്റ് ഓഫ് സ്ലാങ് ആണ്, അല്ലെങ്കിൽ സ്കൂളാണ്, അല്ലെങ്കിൽ കോളേജാണ്. അത് ഭയങ്കര എളുപ്പ പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അതായത് ഗിരീഷ് എന്ന് പറഞ്ഞൊരു കുറച്ച് ലോ ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്നുള്ളൊരു മുൻവിധി ഇതിൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതായി തോന്നില്ലേ? ഉണ്ട്, അത് ഉണ്ട്. എനിക്കത് ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അവെയറായി തുടങ്ങിയത്. ഈ പ്രേമലു അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കങ്ങനെ ഇതൊരിക്കലും ഒരു എളുപ്പപ്പണിയല്ല. എളുപ്പപ്പണി മീൻസ് ക്രിയേറ്റീവിലും ഒരിക്കലും എളുപ്പപ്പണിയല്ല. പിന്നെ ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന ആക്ടേഴ്സും ഇതൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ കംഫർട്ടബിൾ ആണ് ഇവർ എന്നുള്ളത്. അതാണ് ആ കംഫർട്ടബിൾ ആവുന്ന പടം നന്നാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇത് ഉണ്ടാക്കലും ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും അതിനെ എഴുതി മാറ്റി എഴുതിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും എളുപ്പപ്പണിയും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാരങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതെന്തത് ഇങ്ങനെ എടുക്കണേ എന്നുള്ളത് തോന്നും. കാരണം അത്രയും റിസ്കിലാണ് നമ്മൾ ഈവൻ സൂപ്പർ സ്റ്റാറിനെയൊക്കെ ഒരു അനശ്വര ആണ് അതിൻ്റെ ലീഡ് എന്നുള്ള രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിച്ചതിൻ്റെ പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ആ പാട്ടും ആ ട്രെയിലറും വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടെന്ന് തന്നെ ആളുകൾ അറിയുന്നത്. അതുവരെ അങ്ങനത്തെ ഒരു പടം ഇത് ഏതാ പടം എന്നുള്ള അത് മാത്രമല്ല 1, 2, 3 ഷോ കഴിഞ്ഞിട്ടുള്ള മൗത്ത് ടു മൗത്തിലല്ലാതെ ഈ സിനിമ ഏറ്റെടുക്കപ്പെടില്ല. അത് കണ്ട് ആളുകളുടെ തന്നെ അഭിപ്രായം പറയണം. ഒരു സൂപ്പർ സ്റ്റാർ പടമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് ടയറിൽ ഒരാളുടെ പടമാണെങ്കിൽ എങ്ങനെയും ഒരു മിനിമം ഇനീഷ്യൽ ഉണ്ടാവും. അത് ഇവിടെ ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ. ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ അത് അത്യാവശ്യം നല്ലതാണെങ്കിൽ അത് സേഫ് ആണ്. പിന്നെ അതിന്റെ എൻ്റെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. നേരത്തെ സാറ്റലൈറ്റിന് പ്രിഫറൻസ് വരും, OTT പ്രിഫറൻസ് വരും. ഇതെല്ലാം റിസ്ക് ആണല്ലോ ഇപ്പുറത്ത്. അതിന്റെ ഹെവി റിസ്ക് അല്ല അറിയില്ലായിരിക്കും, അറിയാത്തോണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഹെവി റിസ്ക് ഉണ്ട് ഇതിൽ. ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ 3 പടങ്ങളും ശരിക്കും ചെയ്തത്. ആ 3 പടത്തിനും പ്രൊഡ്യൂസേഴ്സ് എടുത്തേക്കണത് ഭയങ്കര റിസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പടങ്ങൾ ഉണ്ടായത്. അങ്ങനത്തെ റിസ്ക് ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറായില്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെ എനിക്ക് കുറച്ച് ഇതുകൾ കിട്ടിയായിരുന്നു. നമ്മൾ പ്രിയദർശന്റെ അല്ലെങ്കിൽ സത്യനന്ദിക്കാടിന്റെ ഒക്കെ നമ്മളെപ്പോഴും അവരുടെ സുവർണ്ണകാലത്തെ സിനിമകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിഷ്വൽ ഹ്യൂമർ ഭയങ്കര അതിൻ്റെ ഒരു ധാരാളിത്തം തന്നെ ഉണ്ടാവും. ഇപ്പം ഇപ്പോഴും ആരാണ് അലവലാതി, ഞാനാണ് അലവലാതി എന്ന് പറയുന്ന ഒരു ഡയലോഗ് നമ്മളിപ്പം ഒരാൾ ധൈര്യപ്പെട്ട് എഴുതുമെന്ന് തോന്നുന്നില്ല. സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ അത് ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും ഫണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരിക, ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ പലതരം പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ധർമ്മസങ്കടങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന കഥ. ഇപ്പം ഗിരീഷിൻ്റെ നോക്കിയാൽ അറിയാം, ഗിരീഷ് വിഷ്വൽ ഹ്യൂമറിൽ ഭയങ്കരമായിട്ട് കൺട്രോളുള്ള അല്ലെങ്കിൽ അതിലൊരു പിടുത്തുള്ള ഒരാളാണ്. കൃത്യമായിട്ട് അതുണ്ടാകും. അതിൻ്റെ പല സ്പേസിൽ നിന്ന് അത് ഉണ്ടാക്കുന്നതായിട്ട് കാണാം. കാരണം ഇപ്പോൾ ഈ സൂപ്പർ ശരണ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പഴത്തൊലി എറിയുന്ന സീൻ പോലും അത് സ്വാഭാവികമായിട്ട് 2 പേര് സംസാരിക്കുന്നതിനിടയിലാണ് ആ ഹ്യൂമർ സെറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പം ഈ സിനിമയിലാണെങ്കിൽ പോലും ഒരുപാട് സീൻസ് അങ്ങനെ ഇപ്പം ഇവരുടെ വണ്ടി വന്നതിന് ശേഷമുള്ള പിന്നെ വിവാഹവേദിയിലെ സീൻസ്, അത് അല്ലെങ്കിൽ ഇവരുടെ ട്രാവലിനിടയിൽ സംഭവിക്കുന്നതാണ് കുറച്ചുകൂടി വിഷ്വൽ ഹ്യൂമറിനാണ് ഇതെന്നത്. ഇത് ആലോചിച്ച് എഴുതി ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫിനിഷ് ചെയ്യാവുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സിൻ്റെ ഇംപ്രവൈസേഷനിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ടു ഫിലിമിങ്ങിലേക്കുള്ള പരിപാടി? ഈ പറഞ്ഞതൊക്കെ സ്ക്രിപ്റ്റഡ്, ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അതേപോലെ ആയിട്ട് എഴുതുന്ന. ഇപ്പൊ വിഷ്വൽ ഹ്യൂമറിന്റെ കേസ് ഞാനിപ്പോ ചേട്ടൻ പറയുമ്പോഴാണ് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കണത് കേട്ടോ. നമ്മളിപ്പോ അത് കോമഡി ആയിരിക്കും പ്രതിമയത്ത് വീഴാൻ പോണെന്ന് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വന്ന് അത് കോമഡി ആയിരിക്കും എന്നുള്ള രീതിയിൽ മാത്രം അതിനെ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തൊന്നല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായി. ഈ പഴത്തിന്റെ സംഭവം കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ആ സമയത്ത് അതൊരൊറ്റ ഷോട്ട് പോലെയാണ് അത് പോയിക്കുന്നത്. ആദ്യം ഇവളുടെ ഇതിലേക്ക് പോകും, പിന്നെ അങ്ങോട്ടേക്ക് ഒരു പാൻ കൊടുക്കും, അങ്ങനെ അത് ഒറ്റ ഇതിൽ പിന്നെ അവളുടെ റിയാക്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി പിന്നെ അതിൻ്റെ എഡിറ്റ്, അപ്പോൾ ആ എഡിറ്റ് അതിന് ഭയങ്കര
ഈ പറയുന്ന വിഷ്വൽ ഇപ്പൊ അവരുടെ ബൈനോക്കുലർ അപ്പൊ അതിന്റെ എഡിറ്റ് എത്ര ചെയ്തിട്ട് എനിക്ക് തൃപ്തിയാവുണ്ടായിരുന്നില്ല. എനിക്കിത് വർക്കാവണില്ല. അത് ഹ്യൂമർ വർക്കാവണം, പിന്നീട് ഉപയോഗിക്കാനും വേണം. അതെ, ഇത് ഹ്യൂമർ വർക്കാവുന്ന അറിയാം, പക്ഷെ ഇത് എനിക്കൊരു തൃപ്തി കിട്ടണല്ലോ. എനിക്ക് എന്നിട്ട് അത് ആകാശിനെ അറിയാം. ആകാശ് എന്നിട്ട് പല രീതിയിൽ എഡിറ്റ് ചെയ്യണം. ആകാശ് ഇതല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എഡിറ്റിങ്ങിലും എല്ലാത്തിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാറുള്ള ഒന്നാണ്. ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ അത് എഡിറ്റില് ഭയങ്കരമായിട്ട് അത് വർക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഇതിലുണ്ട്. മറ്റേ നമ്മുടെ പ്രേമലുണ്ട്. ആ വണ്ടി വന്ന് ഇടിക്കുന്ന സീക്വൻസും വീണതും പരിപാടികളും. പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ മാത്യുവിന്റെ ക്യാരക്ടർ റിജക്ഷൻ, എനിക്കൊന്നും അത് ഗിരീഷ് പറഞ്ഞിട്ടുണ്ട്. റിജക്ഷൻ കിട്ടിയതിന് ശേഷം വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ ഒരു പക്ഷേ ഒരു ഡ്രാമാറ്റിക് സീക്വൻസിന്റെ മൊമെന്റ് ഒറ്റയടിക്ക് ഹ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ അവിടെ വിരുന്നുകാർ വരുന്നു, ഇയാൾക്ക് അവിടെ അയാളുടെ സങ്കടം ഇത് ചെയ്യാനില്ല, ചേട്ടന്റെ വഴക്ക് കേൾക്കുകയാണ്. ഇതൊന്നും അത് സ്വന്തം ലൈഫിൽ നിന്നെടുത്ത സീനാണെന്ന് ഗിരീഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അത് സ്വന്തം ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ നല്ല ഉദ്ദേശിച്ചത്. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്കെന്തോ പ്രശ്നമായിട്ട് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ മറ്റേ മുറിയിൽ ചെന്ന് സാഡ് സോങ് ഒക്കെ വെച്ചിരിക്കുക. ആ സമയത്തായിരിക്കും നമ്മളെ പിണ്ണാക്ക് വാങ്ങാൻ പറഞ്ഞു പറഞ്ഞത് അമ്മ. അപ്പൊ മനസ്സിലായില്ലേ, ഞാൻ സഞ്ചി മേടിച്ചുകൊണ്ടായിരിക്കും പോണത് എന്നൊക്കെയുള്ള ഇത് നമ്മുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമുക്കൊരു ഫിലിം സിനിമാറ്റിക് ഹീറോ അല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ ഭയങ്കര തగ్గടിച്ച് നമ്മൾ തോപ്പിക്കാന്നൊക്കെ നമ്മളത് ഇമാജിൻ ചെയ്യുള്ളൂ. അവിടെ ചെല്ലുകയും കഴിയുമ്പോൾ നമ്മൾ നാണം കിടുന്നല്ലാതെ വേറെ എന്ന് പറയുന്ന പോലെ ഉള്ള സാധനങ്ങളൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് അന്ന് ജെയ്സൺ. പക്ഷെ ആ സീൻ എനിക്ക് തോന്നുന്നു അതിപ്പോ നമ്മള് ശരണ്യയിലേക്ക് നോക്കുവാണെങ്കിലും നമ്മളിപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ, ഈ ഗിരീഷ് ഈ സിനിമ അതിലൊരു രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിനിമാറ്റിക് ക്ലീഷേ കൂടിയാണ്. അങ്ങനെ ഒരു സിനിമത്തിൽ ഭയങ്കര ഇമോഷൻസ് ഉണ്ടാക്കി ഒരു കരച്ചിലോ പിന്നെ ഒരു സാഡ് സോങ് ഒക്കെ വരും. അവിടെ പെട്ടെന്ന് ഹ്യൂമറിലേക്ക് അതിനെ പിന്നെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹ്യൂമറിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ പിന്നെ സച്ചിൻ വരുന്ന സമയത്തും സച്ചിൻ്റെ ഇതേ സമയത്തൊരു റിജക്ഷൻ വരുന്നു. സച്ചിൻ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കരയുന്ന സീനൊക്കെ ഉണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് സ്വിച്ച് ചെയ്യാണല്ലോ. ഈ കല്യാണ വീട്ടിലാണെങ്കിലും ഒരുപക്ഷെ ഈ മമിതയുടെയും പിന്നെ നസ്ലിൻ്റെയും ക്യാരക്ടർ തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിന് സാധ്യത വരുന്ന സമയത്ത് പെട്ടെന്ന് ആദ്യം കണക്ട് ചെയ്തൊരു ഹ്യൂമർ എലിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു, അതായത് അവിടെ ഏതെങ്കിലും തരത്തിലൊരു മെലോ ഡ്രമാറ്റിക് അല്ലെങ്കിൽ പിന്നെ ഇമോഷണൽ സീക്വൻസ് വരുന്നതിന് പകരം അത് ഹ്യൂമറിലേക്ക് മാറ്റുക എന്ന് പറയുന്നിടത്ത് റിസ്ക് കൂടി ഉണ്ടല്ലോ. അത് കൺവിൻസിങ് ആവണം. ഈ തുളുമ്പിപ്പോവാതിരിക്കണം എന്ന് പറഞ്ഞാൽ പാളിപ്പോവാതിരിക്കണം എന്നുള്ളതല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇനീഷ്യൽ റൈറ്റിങ്ങിൽ കൺവിൻസിങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനത്തെ മൊമെന്റ് എന്താ ചെയ്യേണ്ടത്? കാരണം വെച്ചാൽ അത് ആക്ച്വൽ ലൈഫിൽ അവിടെ കൂടുതൽ സാധ്യത ഇമോഷണൽ ആവാനാണ്. ഇപ്പൊ നെസ്ലിൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, സ്വാഭാവികമായിട്ടും 1-2 ദിവസം അയാൾ വളരെ ഡിപ്രസീവ് ആവാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ സിനിമയിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹ്യൂമറായിട്ട് വീണ്ടും ഹ്യൂമർ ആക്ടിവിറ്റീസിലേക്ക് സിനിമ പോവുകയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറിനെ അവിടെ ആ സമയത്ത് പ്ലേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കോമിക്കൽ ആയിട്ടുള്ള സീൻ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ആ സീനിനെ ഈ പറയുന്ന സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് സ്വിച്ച് ചെയ്യുന്നതല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആക്ച്വൽ ലൈഫിൽ അവിടെ ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ആവാനാണ് സാധ്യത. അങ്ങനെയല്ല ഞാൻ കാണാറ്. ആക്ച്വലി അവിടെ എന്തെങ്കിലും കോമഡി നടക്കാനാണ് സാധ്യത കൂടുതൽ. ചിലപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇതൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടികയിലടിച്ച് നമുക്ക് അവിടെ നിന്ന് അവളുടെ നോ കിട്ടി പോരായിരിക്കും. ആ സമയത്തായിരിക്കും കുഴിയിൽ വീണമെന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അവിടെ ഒരിക്കലും ഒരു ഇപ്പൊ ഇതിൽ തന്നെ മറ്റേ ക്യാരക്ടർ പറയുന്നുണ്ട്, ലൈഫ് ഭയങ്കര അൺഫെയർ ആണ്, ഒരിക്കലും അതൊരു സിനിമ കഥ പോലെ അല്ല പോണെന്നുള്ള അതിന്റെ ഒരു അവയർ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സിനിമയാണ്, അപ്പൊ അതിന്റെ അവസാനം സിനിമ കഥ പോലെ തന്നെ അവസാനിക്കാൻ വേണം. പക്ഷെ അതല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും അത് എഴുത്തിൽ തന്നെ അത് അങ്ങനെ അത് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. ഡാർക്കാണ് അത്. ചിരിക്കുന്നത് നമ്മളാണ്. ആക്ച്വൽ സീക്വൻസിൽ അവർ അങ്ങനെ ഒരു ചിരി ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാണുന്നവരിലെ ചിരി വരുള്ളൂ. മറ്റേ അവന്റെ കൂട്ടുകാരനും ചിരി വരുന്നില്ല. അത് അവന് കറക്റ്റ് മനസ്സിലായി. ഇവനാകെ ഭയങ്കര ഷാറ്റേഡ് ആയിട്ടാ വന്നേക്കണേ എന്നുള്ളത് മനസ്സിലാവുന്നു. ഇവൻ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട് കാണിക്കുന്നത് ഞാൻ കൂളാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്.
ഇപ്പൊ ഞാൻ അങ്ങനെ ഒരാളെ കാണുന്നു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരില്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ അങ്ങനെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിരിയല്ല വരിക. എനിക്ക് അവനോട് ഭയങ്കരമായിട്ട് സ്നേഹമാണ് തോന്നുക. അപ്പോ പക്ഷെ ഇത് മാറിയിരുന്ന് കാണുന്ന ഒരാൾക്ക് ഇത് ഹ്യൂമറായിട്ട് വേണമെങ്കിൽ കാണാമെന്നുള്ള ഒരു സാധ്യത അവിടെ ഉള്ളൂ. എനിക്കറിയില്ലായിരുന്നു അത് ചിരിക്കും തിയേറ്ററിൽ. ഇല്ല, ഞാനത് ചിരിക്കും വിചാരിച്ചിട്ടില്ല. ഇല്ല, ഓക്കെ, ആദ്യം ഇവൻ കയറി വന്ന് മറ്റേ ഓടാൻ പോണ ചിരി വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവൻ റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിരി വരുന്ന കേട്ടോ. ഒരുപാട് പേര് അവരവരുടെ ജീവിതത്തിൽ പഴയ കാര്യങ്ങളായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫണ്ട് കൂടിയാണ്. അതുണ്ട്. പിന്നെ ഈ അത് നേരെ കരച്ചിലിന്റെ വോയിസ് ഓവർ കയറി വന്നിട്ടാണ് ഇവൻ കരയണയിലേക്ക് പോണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കരച്ചില് കാണുമ്പോഴും ചിരിക്കായിരിക്കില്ല, നോക്കുമ്പോ കരച്ചിൽ കാണുമ്പോൾ ചിരിക്കുകയാണ്. അപ്പോ അല്ല, അത് നമ്മുടെ ഇതല്ല, അത് ആൾക്കാർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷെ എന്തെന്ന് എനിക്ക് അതിന്റെ പ്രീവിയസ് സീനിൽ അവൻ ഭയങ്കരമായിട്ട് അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തന്നെ ആ സമയത്ത് ഭയങ്കര, എനിക്ക് ആ ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര പാവം തോന്നിപ്പോയി. അങ്ങനെ ഇവളങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതും ഇവനൊരു ഹോപ്പ്ലെസ് ഗൈ ആയിട്ട് നടന്നു പോണതൊക്കെ ഭയങ്കര പെയിൻഫുൾ. എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് കരയുന്ന സീനിനേക്കാളും എനിക്ക് ആ സമയത്ത് എനിക്ക് വിഷമം വന്നിരുന്നു. അപ്പൊ ആ ഇത് വെച്ചിട്ടാണല്ലോ, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണല്ലോ റൂമിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് അത് ചിരിക്കരുത് പ്രശ്നമല്ല, പക്ഷെ ഞാനത് അവിടെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല. അത് ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെയാണ് മ്യൂസിക് അത്രയും നേരം കൊടുത്തിട്ടില്ല. ആ സീനില് ഫുള്ള് മ്യൂസിക് ഇല്ല. അവസാനം അമൽ ഡേവിസ് നീയാണ് ഇതല്ലാന്ന് ഫോട്ടോസ്റ്റാറ്റ് മുതൽ ഇങ്ങോട്ടുള്ള സീൻ. അതെ, ഫ്രോട്ടോസ്റ്റാറ്റ് മുതലല്ല, അവളെ ഇവന്റെ ഫ്രൈഡ് ചിക്കന്റെ ഷോപ്പിന്റെ പറയുന്നതും പരിപാടിയും കഴിഞ്ഞ് അവിടേക്ക് മ്യൂസിക് ഉണ്ട്. അത് കഴിഞ്ഞ് ആ ഫുള്ള് ആ റൂമിലെ സീനിലൊന്നും മ്യൂസിക് ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ പറഞ്ഞു കഴിയുമ്പോഴാണ് അമൽ ഡേവിസിനെ കാണിക്കുമ്പോഴാണ് മ്യൂസിക് വരുന്നത്. ഇത് അത് ചിലപ്പോ എനിക്ക് തോന്നണ നമ്മളൊരു മ്യൂസിക് അവിടെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ ചിരി വരില്ല. മനഃപൂർവ്വം മ്യൂസിക് വേണ്ട. അപ്പൊ നമ്മുടെ സൗണ്ട് ഡിസൈനേഴ്സ് പറഞ്ഞു അവിടെ മ്യൂസിക് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മറ്റേ ഡിസൈനിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വേറെ കുറച്ച് ഇത്തിരി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തായിരുന്നു. അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അതിനെ അതേപോലെ തന്നെ നോർമലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ചിലപ്പോ എനിക്ക് തോന്നണം അവിടെ മ്യൂസിക് വന്നിരുന്നെങ്കിൽ ഈ ചിരി വരില്ലായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഇട്ടു. അത് എന്താണ് ചിരി, സത്യം പറഞ്ഞാൽ എഴുതി വെച്ചപ്പോ നമ്മള് ചിരി അല്ല ഒരു കോമഡി സീൻ പോലെയാണ് എഴുതി വെച്ചത്. ഇവൻ ഇങ്ങനെ മറ്റേ ആക്ട് ചെയ്യുന്നു, പ്രിട്ടൻഡ് ചെയ്യുന്നു, പിന്നെ ഒന്നുമില്ലാന്ന് പ്രിട്ടൻഡ് ചെയ്യുന്നു, നേരെ കേട്ട് കിടന്ന് അലറി കരയുന്നു എന്നുള്ളതിൽ ഒരു കോമഡി ഉണ്ടല്ലോ. ആ കോമഡി ആയിരുന്നു ആദ്യം ചെയ്തു. പക്ഷെ ഇത് പെർഫോം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഇത് ഭയങ്കര ഇതായി പോയി. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം പിന്നെ ഗിരീഷിന്റെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രവി പത്മനാഭനാണെങ്കിൽ, പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അജിത് മേനോനാണെങ്കിൽ, ഇപ്പം ഇതിൽ ആദ്യമാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പൊതുസമൂഹത്തിന് എല്ലാ നിലയ്ക്കും ഓക്കെ ആയ പെർഫെക്റ്റ് ഇയാൾ നമ്മളെ വീട്ടിൽ കിട്ടിയെങ്കിൽ എന്നൊക്കെ നമ്മളുടെ കൺവെൻഷൻ ആളുകൾ ചിന്തിക്കുന്ന സമൂഹം ഈ ഓക്കെയും പാസ് മാർക്കും കൊടുക്കുന്ന ആളുകളാണ് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കാരിക്കേച്ചറായിട്ട് നെഗറ്റീവ് റോളിൽ വരുന്നത്. ഇപ്പോൾ രവി പത്മനാഭൻ എല്ലാവർക്കും ഓക്കെ ആവുന്ന ആളാണ്. മാത്യുവിൻ്റെ ക്യാരക്ടറിനേക്കാളും സൊസൈറ്റിക്ക് ഫിറ്റ് ആവുന്ന ഈ മൂന്ന് തരത്തിലും അത് കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കുന്ന ഇനീഷ്യലി തന്നെ ഇതാവുന്ന. എന്നാൽ അവർ വില്ലന്മാരല്ല, നമ്മുടെ സോക്കോൾഡ് സിനിമാറ്റിക് വില്ലന്മാരും അല്ല, അവർ നെഗറ്റീവ് ആവുകയാണ്. പക്ഷെ പ്രത്യേക ഒരു മൊമെന്റിലെത്തുമ്പോൾ അവരെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട്. അതായത് ഒരു നമ്മൾ പറയില്ല അറഞ്ചം എക്സ്പോസ്ഡ് ആക്കിയിട്ട് അവരിലെ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി അവരെ അങ്ങ് തുറന്നു വിടുന്നുണ്ട്, അവരെ ഒരു ഉള്ളു പൊളിച്ച് കളയുന്നുണ്ട് എന്നുള്ളത്. അത് ഈ മൂന്ന് സിനിമയിലും ഭയങ്കര രസമുള്ളൊരു സാധനമായിട്ട് തോന്നി. ഇങ്ങനെ ഒരു ആളുകളെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അവർ സിനിമയിൽ ഹീറോയായി വരേണ്ട ആളുകളാണ്. നമ്മൾ സോക്കോൾഡ് നമ്മുടെ ഒരു സിനിമയുടെ ഫോമായിട്ട് നോക്കുകയാണ് അവർക്ക് ഹീറോ ആവാനാണ് യോഗ്യത കൂടുതൽ എന്ന് പറയില്ലേ. അത് കറക്റ്റാണ്. അതെന്താ നമ്മൾക്ക് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന അടുത്ത് അവിടെ ഷൈൻ ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു ഭയങ്കര അസൂയ ഉണ്ടാവില്ലേ. അറ്റൻഷൻ ഫുള്ള് അവർക്ക് കിട്ടുന്നു. നമ്മളെന്ത് കാണിച്ചാലും കാണിക്കാൻ അറിയില്ല, ഒന്നാമത്തെ കേസ്. കാണിച്ചാലും ആരും തിരിഞ്ഞു നോക്കാൻ പോണില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ, അതായത് അറ്റൻഷൻ കിട്ടുന്ന എല്ലാവരും അല്ല പറയുന്നത്, കുറെ ആൾക്കാരുണ്ട് ഇവനത് ആ ടെൻഷൻ ഒന്നും അറിയിക്കണമൊന്നുമില്ല. പക്ഷെ ഇവന് സംഭവം ഇവനെങ്ങനെയൊക്കെ കിട്ടുന്നു എന്നൊക്കെ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ
ഓരോ സ്റ്റേജിലും അങ്ങനെയുള്ള ഓരോ ആദിമാര് അല്ലെങ്കിൽ രവി പപ്പനെ അവനെയൊക്കെ പരിചയം ഉണ്ടാവും. ഏത് മേഖല, ഇപ്പൊ ഓഫീസിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ, എന്ത് ഇപ്പൊ രാഷ്ട്രീയത്തില് ആണെങ്കിലും അവർക്ക് ഒരു റിലേറ്റ് ചെയ്യാനുള്ള ഒരു ആളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം അതുകൊണ്ടായിരിക്കണം ആൾക്കാർക്ക് ഇവര് പൊളിയുമ്പോ അവർക്ക് ഇതിപ്പോ ആ രവി പത്മനാഭൻ എന്തുകൊണ്ടും നല്ലൊരു സാറ്. ഇപ്പൊ മറ്റവര് പറയണല്ലോ ആ സാറിനെ ഞങ്ങൾക്ക് വരുമെന്ന് എതിർ ടീമാര് ചോദിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള പുള്ളിയാണ് ആള്. പക്ഷെ അത് നമ്മളങ്ങനെ പിടിച്ച് അവസാനം പുള്ളി ഒന്ന് പൊളിച്ച് നായകൻ തല്ലിത്തോൽപ്പിക്കുകയല്ല, അയാൾ സ്വയം പൊളിഞ്ഞ് അല്ലെങ്കിൽ സ്വയം തുറന്നു വരികയാണല്ലോ ചെയ്യുന്നത്. തല്ലി തോൽപ്പിക്കണം നമ്മളെ നായകന്മാർക്ക് അറിയില്ലല്ലോ. അതിനുശേഷമുള്ള ഒരു ഓടി രക്ഷപ്പെടാൻ താല്പര്യമുള്ള ഇപ്പൊ നമ്മൾ 3 ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള മറ്റേ ശാരീരിക ശേഷിയും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കരുത്തുള്ള അടിച്ചിടിച്ച് വീഴ്ത്താൻ പറ്റുന്നവരും അല്ലല്ലോ. അല്ല ഇതില് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ നാക്കോണ്ടല്ലടാ കൊല്ലാറുള്ളതെന്ന് സച്ചിന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ നായകന്മാര്. നമുക്ക് മാക്സിമം ചിന്തിക്കാൻ പറ്റുന്ന മാക്സിമം ഹീറോയിസ് അതാണ്. ഒരുത്തനെ പറഞ്ഞ് ഒന്ന് അവനെ കരയിപ്പിച്ച് വിടുക എന്നുള്ളതാണ് എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന മാക്സിമം ഹീറോയിസം. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ജെയ്സൺ ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും സംഗീത് ആണെങ്കിലും അതിൽ ഒരു ആത്മാംശം ഏതെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ? സ്കൂളിലുള്ള ഗിരീഷ് അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിലുള്ള ഗിരീഷ് കയറി വരാറുണ്ട് ഇതിലേക്ക്? പിന്നെ ജെയ്സണിലും ഉണ്ട്, ശരണ്യയിലും ഉണ്ട്, സച്ചിനിലും ഉണ്ട്. അത് ഉണ്ടാവുമല്ലോ, കുറഞ്ഞൊക്കെ നമ്മുടെ ട്രൈറ്റുകൾ ഒക്കെ വരും. അത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ചിലപ്പോൾ അവർ അഭിനയിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മാനേഴ്സ് ഒക്കെ ഇടുമായിരിക്കും. നസലിനൊക്കെ അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അത് എന്തായാലും അതിപ്പോ ഞാൻ മാത്രമൊന്നല്ല, ബാക്കി എല്ലാ എഴുതുമ്പോഴും അതിന്റെ ഹീറോ നമ്മൾ ഹീറോ നല്ല ആള് എന്നുള്ള രീതിയിലുള്ള ആ നല്ല ആള് ഞാനായിരിക്കും എന്ന് പറയുന്ന പോലെയുള്ളൊരു ഹീറോയെ അവരായിട്ട് കാണാൻ തന്നെയാണ് എല്ലാവർക്കും അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുറെ ക്വാളിറ്റീസ് അതിലേക്ക് വരും. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ഈ സെൽവരാഘവന്റെ ഒക്കെ സിനിമ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഗിരീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു വർക്കിംഗ് ക്ലാസ് ഉള്ള സർക്കാർ സ്കൂളിൽ പഠിച്ച ആളുകൾ, അല്ലെങ്കിൽ ഒരു നമ്മളീ പറയുന്ന വർക്കിംഗ് ക്ലാസ് ഹീറോസിനെയാണ് ഹീറോ ആയിട്ട് പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. അവർ ഒരു തരം പ്രിവിലേജും അവരായിരിക്കും. പിന്നെ അവർക്ക് എപ്പോഴും പരിമിതിയായിരിക്കും. ഒരു കൂട്ടത്തിലാണെങ്കിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരായിരിക്കും, ക്ലാസ്സിലാണെങ്കിലും നിരന്തരം ചീത്ത കിട്ടുന്നവരായിരിക്കും, ക്രൗഡിലാണെങ്കിലും അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ രവി പത്മനാഭനാണെങ്കിലും ആദിയാണെങ്കിലും അജിത് മേനോൻ, അവർക്കാണ് എല്ലായിടത്തും പ്രിവിലേജ് കിട്ടുന്നത്. ഒരു നോൺ പ്രിവിലേജ് കിഡ്സ് ആണല്ലോ ഈ ക്യാരക്ടറായിട്ട് വരുന്നത്. എല്ലാവരും ഞാനിപ്പോൾ സിനിമ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള എല്ലാവരും അവരവരുടെ ഫാന്റസീസ് ആണ് സിനിമയിൽ എഴുതി വെക്കാറുള്ളത്. ഞാനും എക്സെപ്ഷൻ അല്ല. എന്റെ ഫാന്റസീസ് ആയിരിക്കും അതിൽ വരണത്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് കുറച്ചും കൂടി അവെയറാണ്. ഈ ഫാന്റസി എത്രത്തോളം പോവാൻ പറ്റുമെന്നുള്ളതിന് ഒരു ലെവലുണ്ട് ഇതിന്. ഒരേ സമയം പഞ്ചഗുസ്തിയിലെ ക്യാപ്റ്റനും പാട്ടുകാരൻ റാങ്ക് ഹോൾഡർ, അതിനൊരു നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതായത് അങ്ങനെയുള്ളവരോ നമ്മളാ സമയത്തൊക്കെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഓടിച്ചിട്ടിരിക്കാൻ തോന്നും. കാരണം നമ്മളിത് ഇതൊന്നും അല്ല, ബാക്കി എല്ലാവരും അവനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ കുറെ ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ സച്ചിനെ പോലെയും സച്ചിൻ്റെ കൂട്ടുകാരനെ പോലെയൊക്കെ നടന്നിട്ടുള്ളവരാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും എപ്പോഴും ഇപ്പം ഈ പറഞ്ഞ +2 തുടങ്ങി ഞാൻ ഈ കോളേജ് കഴിയണവരെയും ഞങ്ങൾ ഈ എത്രയോ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ ഈ വർക്കിംഗ് ക്ലാസ് ആൾക്കാരും മിഡിൽ ക്ലാസ് ഗ്രൂപ്പിലെ പിള്ളേരുമായിട്ടാണ് എനിക്ക് ഫുള്ള് കോണ്ടാക്ട്. എനിക്ക് അവരുടെ സംസാരങ്ങളും അവരുടെ കഥകൾ കേൾക്കാനും അവരുടെ കൂടെ നടക്കാനും അലഞ്ഞിരിയാനൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് ആ പീരീഡിൽ ഞാൻ കേട്ടേക്കുന്ന കാര്യങ്ങൾ, ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആ പീരീഡാണ് എനിക്ക് എൻ്റെ ഇതിന് ഒരു ബേസ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഒരു +2 കഴിഞ്ഞ് എൻ്റെ കോളേജ് കഴിഞ്ഞ് ഈ ഒരു 2013-2015 വരെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരും
ഉണ്ടായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ഇത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒന്നല്ല നടന്നേക്കണത്. ഇതിൽ തന്നെ ഇപ്പൊ ഈ സർക്കാർ CBSE അതിൽ അതുപോലും പെട്ടെന്ന് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതെ അതെ, അത് സംഭവം എന്ന് വെച്ചാൽ അത് ഒരു ചിരി കിട്ടും, എന്തായാലും ചിരി കിട്ടും എന്നുള്ള സാധനം. കാരണം ഇവിടെ ഒരു സ്റ്റേറ്റുകാരോട് ഇത്തിരി ഒരു സെന്റിമെന്റ്സ് കൂടുതലുണ്ടല്ലോ, പൊതുവെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. എനിക്കങ്ങനെ നമുക്കങ്ങനെ പറയുമ്പോൾ പറയാമെന്നല്ലാതെ ഞാൻ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. കിരൺ ജോസി CBSE കാരനാണ്, ഇംഗ്ലീഷ് മീഡിയംകാരനാണ്. ഞാനൊരു മലയാളം മീഡിയം സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ ഞാൻ ഇപ്പൊ ഇത് ശ്യാം തന്നെ പറയാം, ഇത് ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത ശ്യാം സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ അതില് ഇപ്പൊ ഒന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സിനിമയുടെ ഒരു ഇപ്പൊ അങ്ങനെ ആരോ ഒക്കെ എഴുതി കണ്ടു ഇങ്ങനെ CBSE-കാരോട് ഭയങ്കര പുച്ഛമാണ് എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ പുച്ഛമൊന്നുമല്ല, അതൊരു ജസ്റ്റ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള ഒരു, എനിക്ക് ആ ട്രോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. CBSE അപ്പൊ CBSE-കാര് സ്റ്റേറ്റുകാരെ ട്രോൾ ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ രണ്ടും ഭയങ്കര വൾഗർ ലെവലിലോട്ടുള്ള ട്രോളുകളുണ്ട് കേട്ടോ. അതും എനിക്കിഷ്ടമാണ്, അതൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് CBSE-കാര് നേർക്ക് നേരെ കണ്ടാൽ ഇടിക്കുന്ന ഒരു അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരിൽ ഇപ്പൊ CBSE-കാരും ഉണ്ട്, സർക്കാർ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആ രണ്ടും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം, ഞാൻ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ട്രോൾ കണ്ടാൽ ഞാൻ ചിരിക്കാതിരിക്കൊന്നുമില്ല. സ്റ്റേറ്റുകാരെ ട്രോൾ ചെയ്യണ കണ്ടാൽ നമുക്ക് ചിരി വരും, കാരണം കോമഡിയാണ് അത്. അപ്പൊ ആ ഒരു തമാശ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? ഇത് തിയേറ്ററിൽ ഇങ്ങനെ വർക്കാവുന്ന ജഡ്ജ്മെന്റ് ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഈ തണ്ണീർമത്തന്റെ കോൺഫിഡൻസ് ആണ്, അതിന്റെ ആക്സെപ്റ്റൻസ് തന്നെയാണ്. ആ സമയത്ത് നമുക്കറിയില്ല ഇത് എങ്ങനെ, ഈ ക്രൗഡ് എങ്ങനെ എടുക്കുക എന്നുള്ളതിന്റെ അറിയില്ല. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. നമുക്ക് ഈ രീതിയിലുള്ള ഹ്യൂമറാണ് നമ്മുടെ കയ്യിലുള്ളത്, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമായിരിക്കും. ഇപ്പോൾ ഒരു 10 എണ്ണം എഴുതി കഴിഞ്ഞാൽ 3 എണ്ണം പാളിയാലും 7 എണ്ണമെങ്കിലും ചിരിക്കും എന്നുള്ളൊരു ഒരു ആവറേജ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പോണത്. അതിലറിയാം നമ്മളിപ്പോൾ ഒരു 50 എണ്ണം വാരി ഇട്ട് അതിൽ കുറേ എണ്ണം പോവും, കുറേ എണ്ണം സർവൈവ് ചെയ്യും എന്നുള്ളൊരു ജഡ്ജ്മെന്റേ ഉള്ളൂ. അല്ലാതെ ഇതെന്താ, ചിലതൊക്കെ നമുക്ക് ഷുവർ ഷോട്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ ചിലതിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പൊ, പിന്നെ ചിലതൊന്നും നമ്മൾ കോമഡി ഉദ്ദേശിക്കാത്തതിനൊക്കെ ചിരി വരുന്നുണ്ട്. പിന്നെ ചിലത് കോമഡിയാണ്, പക്ഷെ ഇത് ഏക്കാൻ സാധ്യത ഇല്ല എന്ന് കാണുന്ന ചിലതൊക്കെ ഏക്കണതും കാണാറുണ്ട്. ചിലത് ഏക്കുമെന്ന് വിചാരിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതിൽ ഒരു കംപ്ലീറ്റ് ജഡ്ജ്മെന്റ് ഒന്നും നമുക്കില്ല, ഇപ്പോഴും ഇല്ല. ഇനിയിപ്പോൾ അടുത്ത പഴം എടുക്കുമ്പോഴും ഓൺ ആൻ ആവറേജ് വർക്ക് എത്രത്തോളം കൂട്ടി കൊടുത്താൽ അതില് കൊറേയൊക്കെ പോയാലും ബാക്കി കുറച്ച് മറ്റേ 20,000 രൂപയിൽ കുറച്ച് പാപ്പച്ചി മാന്തിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയണ പോലെ കുറച്ച് പോയാലും കുറച്ചൊക്കെ വർക്കാവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഹ്യൂമറിനെ ഇതാക്കാറ്. ഇപ്പൊ ഈ മ്യൂസിക്കിന്റെ പിക്ക് നോക്കുകയാണെങ്കിലും, ഞാൻ ഗിരീഷ് പറയുന്നിടത്തെല്ലാം മ്യൂസിക്കിൽ അങ്ങനെ സെലക്റ്റീവായിട്ട് നോക്കുന്ന ആളല്ല, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പിക്ക്. പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം അശുഭമംഗളകാരി എന്ന് പറയുന്ന അങ്ങനെ ഒരു ലിറിക്കൽ ഓപ്പണിംഗ് പോലും നമ്മളൊരു സിനിമയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വൈക്കം വിജയലക്ഷ്മി പാടുന്നു, വിദ്യാധരൻ മാസ്റ്റർ പാടുന്നു. ഇപ്പോൾ ഇതിലാണെങ്കിൽ KG മാർക്കോസിനെയാണ് പാടിക്കുന്നത്. കാരണം നിങ്ങൾ അതിൽ പിക്ക് ചെയ്യുന്ന സിംഗർ മുതൽ അതിൻ്റെ ലിറിക്കൽ എലമെന്റ് മുതൽ ആ പാട്ട് പ്ലേസ് ചെയ്യുന്ന വിധം, ആ സ്റ്റോറിയിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിന് വരെ അതിൽ പോലും ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമുണ്ട്. അതും പുതിയതാണ്. ഇപ്പം ഗിരീഷിൻ്റെ സിനിമയുടെ പാട്ടിന് ഗിരീഷിൻ്റെ സിനിമ പോലെ ഒരു പാരലൽ ഫാൻസ് അല്ലെങ്കിൽ അതിനൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊന്ന് തണ്ണീർമത്തം നോക്കി, ഇപ്പോൾ ജാതിക്കത്തോട്ടം നോക്കിയാൽ ഒരു നോർമൽ സോങ് അല്ല. ഇപ്പോൾ സുഹൈലാണെങ്കിലും ജസ്റ്റിനാണെങ്കിലും ചെയ്ത അവർ മുമ്പ് ചെയ്ത ഒരു പാട്ടിൻ്റെ രീതിയല്ല അതിലുള്ളത്. ഞാൻ ലിറിക്സ് ആണെങ്കിലും പാടിയത്, ഇപ്പോൾ ദേവദത്ത് പാടുന്ന രീതിയാണെങ്കിലും അവരതിൽ ഉപയോഗിച്ച സൗണ്ടിങ് ആണെങ്കിലൊക്കെ ഈ പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ പാട്ടിന് വലിയ, ഇപ്പോൾ ട്രെയിലറിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുള്ളത് ഗിരീഷിൻ്റെ പടം കാണാൻ വ്യക്തിപരമായിട്ടൊക്കെ എനിക്ക് തോന്നൽ ആദ്യം ജനറേറ്റ് ചെയ്യുന്നത് ഈ പാട്ട് കൂടി കേട്ടിട്ടാണ്. അപ്പോൾ പാട്ടിന് ശരിക്കും ഇതിലേക്കുള്ളൊരു എൻട്രി ആവാൻ പറ്റുന്നുണ്ട്. സിനിമ നോക്കുവാണെങ്കിലും പാട്ടിന് വലിയ ഇമ്പാക്റ്റാണ് സിനിമയ്ക്കകത്തും വരുന്നത്. പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ ഡിസൈൻ, പാട്ടിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിപ്പോൾ നമുക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റേ മ്യൂസിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു അത് വരണം. അല്ലാതെ ഞാൻ ഇപ്പോൾ ഇന്ന ഒരു രീതിയിലുള്ളൊരു പാട്ട്, നമ്മൾ റെഫറൻസുകൾ
കേൾപ്പിക്കാറുണ്ട് പിന്നെ സാധനങ്ങൾ റെഫറൻസ്. പക്ഷേ റെഫറൻസ് പോലെ ഒന്നും ആയിരിക്കില്ല, പാട്ട് വരുന്ന റെഫറൻസ് പോലെ ഒന്നും ആയിരിക്കില്ല. അത് അങ്ങനെ നമുക്ക് നിർബന്ധിച്ച് റെഫറൻസ് കൊടുക്കാനും പറ്റില്ല. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള റെഫറൻസുകളുണ്ടാവും. പക്ഷേ സംഭവം എങ്ങനെയൊക്കെയോ ഒരു പാട്ടുകൾക്കൊരു കണക്ഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാതികതോട്ടം ആയാലും ശുഭമംഗള ആയാലും ഇപ്പോൾ ഇതിലത്തെ കുട്ടിക്കൊടി എന്നുള്ള പാട്ടുകളായാലും വേറെ സൗണ്ടിങ് ഒക്കെ വേറെ രീതിയിലൊക്കെ. അപ്പം അതിൽ ഈ മ്യൂസിക് ഡയറക്ടറുടെ മറ്റ് പാട്ടുകളുമായിട്ട് അത് ചേർന്ന് നിൽക്കുന്നില്ല. ഇപ്പം സുലേഖ മനസ്സിൽ ഗപ്പി മുതൽ സുലേഖ മനസ്സിൽ വരെ വിഷ്ണുവിന്റെ പാട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷ്ണു വിജയന്റെ ഒരു തുടർച്ച ഫീൽ ചെയ്യുന്ന പാട്ടല്ല ഇതിലുള്ളത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങനെ വരുമെങ്കിലും പാട്ടില് അത് ഗിരീഷ് ഏടിയുടെ സിനിമകൾക്ക് കൂടുതൽ യോജിക്കുന്നതെന്നാണ് എപ്പോഴും തോന്നുന്നത്. ഗിരീഷിന് വേണ്ടിയിട്ടുള്ള വേറെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ ആയിട്ടാണ് പാട്ടിന്റെ കാര്യം തോന്നാറ്. ഞാനത് പ്രത്യേകം പറയാറുണ്ട് ബ്രോ, ഇത് കഴിഞ്ഞ പടത്തിൽ പാട്ട് പോലെ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. ചിലവര് പറയണ കേൾക്കാറുണ്ട് നമുക്ക് ആ പടത്തിൽ പാട്ട് പോലെ ഹിറ്റായിരുന്നല്ലോ, അപ്പൊ അതുപോലത്തെ ഒരു പാട്ട് വേണം എന്ന് പറയണ. ഞാൻ അതുപോലത്തെ പാട്ട് എന്ത് വില കൊടുത്ത് അതുപോലത്തെ പാട്ട് വരരുത്, വേറൊരു പരിപാടി അങ്ങനെ ആ ഡിസ്കഷനിൽ അവർക്ക് എനിക്ക് തോന്നണ അവർക്ക് നമ്മുടെ ടേസ്റ്റ് മനസ്സിലാവും. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. ഇന്ന ആൾക്ക് ടേസ്റ്റ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രത്യേകിച്ച് ഭയങ്കര ടെക്നിക്കൽ ഡിസ്കഷൻ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇവർ 1-2 സാധനങ്ങൾ നമ്മളെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമല്ലോ എനിക്ക് ഇതല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കിട്ടും. ഓക്കെ, ഇതിന് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ളൊരു BG സംഭവങ്ങളായിരിക്കും ഇതിന് വർക്കാവുക എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് അവര് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ളൊരു ഇത് പിടിക്കുന്നതായിരിക്കണം. അങ്ങനെ ഒരു കോമൺ എലമെന്റ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. എനിക്കിപ്പോൾ പാട്ടിൻ്റെ ഇതിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു എന്തൊക്കെയോ ഭയങ്കര ഞാനിങ്ങനെ ഭയങ്കര മെലോഡിയസ് ഒരു കൺവെൻഷണൽ മെലഡിയുടെ പാട്ടുകൾ അല്ല കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ പടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പാട്ടുകൾ വേണം എന്നുള്ള ആളല്ല ഞാൻ. എന്തെങ്കിലും വേറൊരു രീതിയിൽ ടെക്നിക്കലി ഭയങ്കര രസമായിട്ട് സൗണ്ടിങ്ങില് ഉണ്ട്. അതിൽ കുറച്ച് സൗണ്ടിങ്ങുകള് ഇതുകളൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അത് തിയേറ്ററിൽ അത് ഭയങ്കര രസമായിരിക്കും അങ്ങനത്തെ സൗണ്ടുകൾ വരുന്നതൊക്കെ. എനിക്ക് അങ്ങനെ ഞാൻ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും അങ്ങനെ അല്ലാതെ ഒരു പ്ലെയിൻ ഒരു മെലഡി ഒരു പ്ലെയിൻ ഇതാക്കി അത് ഭയങ്കര എനിക്കിപ്പോൾ ആ മെലഡി ഇപ്പോൾ അശുഭമംഗളാരി എന്ന് പറഞ്ഞാൽ അതിന്റെ മെലഡി തന്നെ ഭയങ്കര വിയേർഡ് മെലഡിയാണ്. അതിന് അങ്ങനത്തെ ഒരു ഇതില്ല. അതിന്റെ ആ അറേഞ്ച്മെന്റ്സിലാണ് അതിന്റെ ഇപ്പൊ ഈ കുട്ടിക്കുടി എന്ന് പറഞ്ഞ സാധനത്തിലും അതിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് അതിനെ യൂണിക് ആക്കണേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെസ്ലൻ എനിക്ക് തോന്നുന്നു ഗിരീഷിന്റെ അടുത്താണ് ഓഡിഷൻ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. നെസ്ലന്റെ ഈ ഒരു ജേണി എങ്ങനെയാണ് കാണുന്നത്? നെസ്ലൻ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു പിന്നെ എനിക്ക് നെസ്ലനിൽ ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടായി വന്നല്ലോ. തീർച്ചയായിട്ടും നസ്ലനെ ആ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവനെ നമ്മൾ റിഹേഴ്സലിനും പരിപാടിക്കും ഒക്കെ ചാലക്കുടിയിൽ കൊണ്ട് ഇതാക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി നസ്ലിനെ എടുക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എന്താ? നസ്ലിനെ എടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അത് 2 തണ്ണീർമത്തന്റെ ഫസ്റ്റ് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ടായിരുന്നു നടത്തിയിരുന്നത്. അതായത് ഒരു പ്രിലിമിനറി ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നും അങ്ങനെ അഭിനയമൊന്നുമല്ല, കൗതുകം തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് നോക്കിയ അവരുടെ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ എടുക്കുന്നു. അത് വേറെ ആൾക്കാരായിരുന്നായിരുന്നു, അത് നമ്മുടെ വിനീതൊക്കെ ഇരുന്നായിരുന്നു. അപ്പം ഇവര് പറഞ്ഞത് നസലിനെ കണ്ടപ്പോൾ തന്നെ ഇവര് ഒന്നും ചെയ്യിപ്പിച്ചിരുന്നു, നീ പൊക്കോ മുകളിലോട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നാണ് ഇവർ പറയണത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ മുകളിലായിരുന്നു. അപ്പൊ ഇവനാകെ പകച്ചു, ഒന്നും ചെയ്യണ്ട പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇത് അവനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അവന്റെ മാനറിസം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ചിരി വരുന്ന തരത്തിലുള്ള മാനറിസങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ അവിടെ വന്നിട്ട് പുള്ളിയോട് ചോദിച്ചു എവിടെ നിന്നാ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഇവിടെ എസെൻജിസ്റ്റ് മറ്റേ ഇവിടെ പറവൂരടുത്തുള്ള കോളേജ് അവിടെ ഇതിന് പഠിക്കാൻ അവർ മെക്കാനിക്കലിന് പഠിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ആരും വന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഇല്ല ഞാൻ മാത്രം വന്നുള്ളൂ, അവരാരും വന്നില്ല എന്നൊക്കെ അവൻ്റെ കൊടുങ്ങല്ലൂർ ഇതിൽ ഭയങ്കര രസമായിട്ട് അവൻ പറയണേ. അവൻ കാര്യമായിട്ട് പറയണതാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ തന്നെ നമുക്ക് ചിരി വരികയാണ്, ഇവൻ പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട്. പിന്നെ പുള്ളി അപ്പോൾ തന്നെ വെള്ളമൊക്കെ ചോദിച്ച് വെള്ളമൊക്കെ കൊടുത്തു, അങ്ങനെ ചെയ്യിപ്പിച്ചു. എല്ലാവരും ഭയങ്കര ആ ഓഡീഷനിൽ എല്ലാവരും അത്ര ഭയങ്കരമായിട്ടല്ല പെർഫോം ചെയ്യുന്നത്, എല്ലാവരും പേടിച്ചൊക്കെയാണ് വരുന്നത്. പക്ഷെ അവരുടെ പെർഫോമൻസ് അല്ല നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. പെർഫോമൻസ് അങ്ങനെ വരുള്ളൂ എന്ന് നമുക്കറിയാം, പക്ഷെ അവന് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധനം നമുക്ക് അപ്പോഴേക്കും കിട്ടും.
പിന്നെ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ചാണ് ശരിക്കും അവർ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുന്നത്. അത് കാണുമ്പോൾ അറിയാം ഇവൻ ഇങ്ങനെ കോമഡി അല്ല, ഇവൻ കോമഡി വഴങ്ങുവന്, അതല്ലാണ്ടും അവന് സീരിയസ് ആയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു നസ്ലൻ്റെ കേസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തിരഞ്ഞെടുക്കണ പടങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങളാണ്. അത്ര മോശം പടങ്ങളിലൊന്നും അവൻ തലവച്ചിട്ടില്ല. അവൻ അത്യാവശ്യം നല്ല ഇതുകളിലൊക്കെയാണ്. അപ്പം അത് ഒക്കെ അവനെ ഇതാവണം. പിന്നെ കുറെ കൂടിയൊക്കെ ഡിസിപ്ലിൻഡ് ആണ്. ബാക്കി യങ് ആക്ടേഴ്സിനെ പോലെയല്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോഡി മെയിൻറ്റെയിൻ ചെയ്യണ കാര്യത്തിലായാലും ഒക്കെ അത് ഭയങ്കരമായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അത് ചെയ്യും. അത് നമ്മള് തണ്ണീർമത്തൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ തണ്ണീർമത്തൻ ഈ അടുത്ത ദിവസം കാണുന്ന സമയത്ത് ഭയങ്കര കുഞ്ഞാളാണ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞാളെന്ന് തോന്നുന്ന. ഇപ്പൊ അതായത് മാത്യുവിനെ വിളിക്കാൻ വരുന്ന സീൻ, മറ്റേ കടിക്കുന്ന സീനൊക്കെ കാണിക്കുന്ന സമയത്ത് പുള്ളി വിഷ്വലി പെർഫോം ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ ഡാഡി റിച്ച് ആണെന്ന് ആ സീനാണെങ്കിൽ പോലും, ഇവർ കഴിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും എല്ലായിടത്തും ക്രിക്കറ്റിന്റെ സ്ഥലത്താണെങ്കിലും പുള്ളിക്കൊരു പ്ലേ ഉണ്ട്, ഒരു അഡീഷണൽ പ്ലേ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ ഇതിൽ സൂപ്പർ ശരണിയിൽ വരുവാണെങ്കിൽ മറ്റേ ട്രഷറി സീൻ, പെൻഷൻ കൊടുക്കാണ്ട് പറയുന്ന സമയത്ത് അത് ഒരു സോളോ പ്ലേ പോലെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നെസ്ലിൻ എനിക്ക് തോന്നുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ ഇവോൾവ് ചെയ്തിട്ട് അല്ലേ, ഇവോൾവ് ചെയ്ത് ഈ 3 പടങ്ങളിൽ കാണാൻ പറ്റാവന് എന്ത് സാധനവും എന്ത് സീനുവിന് ഇവൻ അത് ചെയ്തോളും. അവൻ ചെയ്യാന്ന് വെച്ചാൽ അത് രസമാക്കിക്കോളും. വെറും ചെയ്യലല്ല, അത് എക്സ്ട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ അവൻ കയ്യിൽ നിന്ന് കണ്ടന്റ് ഇടല്ല, അവൻ അത് ഡെലിവർ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഇപ്പൊ കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ തന്നെയും അവൻ ആ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. എന്ത് കുഞ്ഞു സാധനം, ഇപ്പൊ ഒരു മൂളലായാലും നോട്ടായാലും അവന്റെ നടപ്പായാലും എല്ലാം ഭയങ്കര രസമായിട്ട്, ഭയങ്കര ചാമുണ്ട് അവന്. ആ കാര്യങ്ങൾ ചാമുണ്ട്, ഭയങ്കര നമുക്ക് അവനോട് ഭയങ്കര എന്താ പറയാ ലൈക്കബിൾ ആണ്. ഈ സച്ചിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണതൊക്കെ അത്ര നല്ല കാര്യം, അത്ര ഭയങ്കര മോറൽ ഇത് ഹൈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളൊന്നല്ലല്ലോ, ഒരു ആവറേജ് കൈയാണല്ലോ. അവൻ പല വില്ലത്തരങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവൻ ലൈക്കബിൾ ആവുന്നത് അവന്റെ ആ മാനറിസങ്ങളും അവനൊരു ആ ഇന്നസെൻസും ഒക്കെ അവന്റെ ഇതിലുള്ളത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ നസ്ലിൻ ഭയങ്കര വലിയ ഇതിലേക്ക് പോവാനാണ് അവൻ ഭയങ്കര മെച്ചോടെ. ഇപ്പൊ അവൻ 1-2 പടങ്ങളിൽ അവൻ നായകനായിട്ട് അഭിനയിക്കുന്നു. അവൻ ഇപ്പം 5 വർഷമായി. ആ തണ്ണീർമത്തനില് കണ്ട കുട്ടിയല്ല ഇപ്പോ ഉള്ളത്. അവൻ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷനുകളും ഹോംവർക്കുകളും ഒക്കെ അവൻ ചെയ്യാറുണ്ട്. അവൻ മാത്രമല്ല, അവന് പല പല സെറ്റുകളിലും പല ആൾക്കാരുടെ കൂടെയുള്ള അനുഭവങ്ങളുണ്ട്. 4ാമത്തെ സിനിമയിലാണല്ലോ നെസ്ലിന്റെ കൂടെ. ആദ്യത്തെ സിനിമയിൽ തുടങ്ങി ഭയങ്കര ഈസി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഒരേ ഈസിനെസ് തന്നെയാണ്. അത് ഭയങ്കര ബോണായിട്ട് ഉള്ള ഒരു ടാലന്റ് ഉള്ള ആളായിട്ട് ഇതുകൊണ്ടായിരിക്കാം. അതേസമയം മമിത എനിക്ക് അങ്ങനെയല്ല. 2ാമത്തെ സിനിമയിൽ വന്നപ്പോ ഭയങ്കര ഈസിയും ആദ്യത്തെ സിനിമയിൽ ഭയങ്കര പാടുമായിരുന്നു. ശരണ്യയില് കുറച്ച് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയിലേക്ക് ആക്കാൻ അഭിനയിക്കാൻ അറിയാത്ത ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു രീതിയിലേക്ക് വരാൻ. അനശ്വര അങ്ങനെ ഇല്ല, കാരണം അനശ്വര തണ്ണീർമത്തനിൽ ഉണ്ടായിരുന്നോണ്ട് അനശ്വര എളുപ്പമായിരുന്നു കൈകാര്യം ചെയ്യാൻ. മമിത ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു മമിത. ഈ റോംകോമിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇപ്പം മമിതയാണെങ്കിലും ഇപ്പം മമിത ഇതിലൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ മമിത വളരെ വിസിബിൾ ആണ്. ഈ പറയുന്ന അതിന്റെ സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ മമിത പെർഫോം ചെയ്യുന്ന സീൻസ് തന്നെയാണുള്ളത്. ഈ പറയുന്ന ഇയാളോട് ഈ ടെറസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ഈ സച്ചിനെ കൺവിൻസ് ചെയ്യാൻ വരുന്ന സീനിലൊക്കെ ഒരു നല്ല പെർഫോമർ എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് നേരത്തെ ഈ പറഞ്ഞ ഇത്തരം സിനിമകൾ, ഇപ്പോൾ റോംകോം സിനിമകൾ പൊതുവെ ഇത് എളുപ്പം എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഒരു ജനീലിയ ഡിസൂസിയ, നസ്രിയുടെയൊക്കെ കാര്യം നേരത്തെ അവർ കേട്ട ക്രിറ്റിസിസം പോലെ ഒരു ക്യൂട്ട്നെസ് കൊണ്ടാണ്, പെർഫോമൻസ് കൊണ്ടല്ല ഇവർ ഈ ആക്സെപ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ളൊരു ക്രിറ്റിസിസം കൂടി വരുന്നുണ്ടല്ലോ. ഇവർ പെർഫോം ചെയ്യിച്ചാൽ പോലും ആ പറഞ്ഞ ഒരു അപ്രീസിയേഷൻ കിട്ടാതെ പോകുന്ന ഒരു സിനാരിയോ കൂടി വരാറുണ്ടല്ലോ. അതും ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ശരിക്കും അതായത് ഇങ്ങനെയുള്ള പടങ്ങളിലുള്ള പെർഫോമൻസ് ഒന്നും കൗണ്ട് ചെയ്യപ്പെടില്ല, എണ്ണത്തിൽപ്പെടില്ല. അതൊക്കെ തിരിവാണ്. അതൊക്കെ ഈ എന്താ പറയാ, അതൊക്കെ ഭയങ്കര പ്രിട്ടൻഷനാണ്. അതൊക്കെ ഇത് സിനിമയാണ്, എല്ലാം സിനിമ തന്നെയാണ്.
നിങ്ങളൊരു ആക്ഷൻ സിനിമ എടുത്താലും സൈഫൈ എടുത്താലും നിങ്ങൾ കോമഡി സിനിമ എടുത്താലും അതിൻ്റെ ടെക്നിക്കാലിറ്റീസിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുകളുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ ഈ പറഞ്ഞ ഈ ഡിറ്റക്റ്റീവ് നോവലുകൾ ഒരു മൂന്നാംകിട സമൂഹമായിട്ട് കണ്ടിരുന്ന ഒരു അങ്ങനെ ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞ പോലെ അതിന് ക്രാഫ്റ്റും വേണ്ട, കഴിവും വേണ്ട, ഇമാജിനേഷനും ഒന്നും വേണ്ടാത്തൊരു സാധനമാണ് എന്നുള്ളൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു തിരിവാണ്. ഇതിലെന്ത് നീ മരിച്ച് പെർഫോം ചെയ്താലും അതിനെ കാണില്ല. പക്ഷെ നീ മറ്റേ വെട്ടോത്തി എടുത്ത് ആടിനെ മേക്ക് ഓവർ ചെയ്യുക, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് സീനുകൾ എന്ന് വെച്ചാൽ മറ്റേ അങ്ങനെ ഉള്ള ഇതുകൾ അഭിനയിക്കുക, അതൊക്കെയാണ് പെർഫോമൻസ്. ഇത് പെർഫോമൻസ് അല്ല. പക്ഷെ മമിത അവളുടെ കരിയറിൽ ഇപ്പൊ ചെയ്ത് ഏറ്റവും നല്ല ത്രൂ ഔട്ട് അത്രയും സ്ക്രീൻ ടൈമും ഉള്ളതും അത്രയും നല്ല പെർഫോമൻസ് ചെയ്തതും ഇതിലാണ്. അത് പക്ഷെ അത് എങ്ങനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ പ്രസ് മീറ്റില് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ വിഷമമായി പോയി. മമിതയുടെ അടുത്ത് ചോദിക്കണ്ട, പടം ഇറങ്ങണതിന് മുമ്പ് നിങ്ങൾ ഇതൊന്നും അല്ലാതെ ഇനി നല്ല പരിപാടികൾ ചെയ്യുമല്ലോ എന്ന്. അപ്പൊ ഞാനിവിടെ അപ്പൊ ഈ പടം എന്തായിട്ടാണ് കാണുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇതും സിനിമ തന്നെയാണെന്നുള്ളൊരു ഇതിലേക്ക് അതെന്താണ് ഇത്ര ഭയങ്കര ജഡ്ജ്മെന്റ് വെക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കാതിരിക്കുന്നതാണ്. നമ്മൾ സ്വയം എനിക്ക് ഇൻട്രസ്റ്റ് ഒരു സാധനം കേൾക്കുമ്പോൾ അത് കൊള്ളാലോ, ഇത് ചെയ്താലോ എന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്യണതും എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി ചെയ്യുക. അത് ഇത്തിരി ട്രാപ്പാണ്. അതില് ഇപ്പൊ സത്യൻ സാർ എന്നെ വിളിച്ചിരുന്നു ഇത് കണ്ടിട്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു, പലരും ഇങ്ങനെ പറയൂട്ടോ മാറ്റി ചെയ്യും അതിൽ വീഴരുത്.